ഈ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിന്റെ സമീപത്തുള്ള ചരിത്രപ്രസിദ്ധമായ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇന്നിന്റെ വീഡിയോ ആണിത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ മുൻപിൽ കാണുന്നതാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ. ഇതിന്റെ വലതുഭാഗത്ത് കാണുന്ന വലിയ ബിൽഡിംഗ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ വെൽക്കം സെന്റർ ആണ്. വയോമിംഗ് അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിന്റെ അപ്പർ ഗൈസർ ബേസിനിലാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ എന്ന ഈ ഹിസ്റ്റോറിക് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ടീം ഇപ്പോൾ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകപ്രശസ്തമായ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസർ ഇവിടെ നിന്ന് വീക്ഷിക്കാൻ സാധിക്കും. ഇവിടെ ഇടതുവശത്ത് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ എൻട്രി സൈൻ നമുക്ക് കാണാം. ഈ ഹോട്ടൽ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലോഗ് അഥവാ മുഴുവൻ മരത്തടി കൊണ്ടാണ്. ഇതിന് മരത്തിലുണ്ടാക്കിയ നീളമുള്ള ബഹുനില ലോബിയും അതിനു ചുറ്റും ഗസ്റ്റ് റൂംസും ആണ് ഉള്ളത്. ഇതാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇന്നിന്റെ പിൻഭാഗം. അത് മുഴുവൻ വുഡ് പ്ലാങ്കുകൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യ നിർമ്മാണം നടത്തിയത് 1903-1904 വിന്ററിലായിരുന്നു. ചുറ്റുപാടിൽ ലഭ്യമായ സാധനങ്ങൾ പ്രധാനമായും ലോഡ്ജ്പോൾ പൈനും റയോലൈറ്റ് സ്റ്റോണും കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. 1904 സ്പ്രിംഗിൽ ഇത് തുറക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അതിനൂതനമായ വൈദ്യുത ബൾബുകൾ, സ്റ്റീം ഹീറ്റിംഗ് തുടങ്ങിയ ആർഭാടങ്ങളോടുകൂടിയാണ് തുറന്നത്. ഇത് അതിന്റെ ഒരു സൈഡാണ്. നേരെ മുൻപിൽ പുക പോലെ കാണുന്നതാണ് ലോകപ്രശസ്തമായ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസർ. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിന്റെ വിശേഷങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിലുള്ളത്. കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കല്ലേ. ഇവിടെ വലതുവശത്ത് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിന്റെ സൈൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അകലെ അത് കണ്ടോ, വെളുത്ത പുക പോലെ. അതിന്റെ അടുത്ത ഇറപ്ഷന് 1 മണിക്കൂർ കൂടിയുണ്ട്. ഇവിടെ ലുക്സ് ആർ ഡിസീവിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സൈൻ കണ്ടോ. കാട്ടുപോത്തിന്റെ അടുത്തേക്ക് പോകരുതെന്ന് സാരം. ഇതാണ് ഇതിന്റെ മുൻവശം. ഇത് ഗോൾഡൻ ഏജ് റസ്റ്റിക് ആർക്കിടെക്ചർ അഥവാ നാഷണൽ പാർക്ക് സർവീസ് റസ്റ്റിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിലവിലുള്ള വളരെ കുറച്ച് ലോഗ് ഹോട്ടലുകളിൽ ഒന്നാണ് ഇത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലോഗ് ഹോട്ടലും ലോഗ് ബിൽഡിംഗും. ഇതിന് 300 ഗസ്റ്റ് റൂമുകൾ ഉണ്ട്. ഈ കാണുന്ന വലിയ ബാൽക്കണിയിൽ ഇരുന്ന് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിന്റെ ഇറപ്ഷൻ വ്യക്തമായി വീക്ഷിക്കാൻ സാധിക്കും. 2007 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് നടത്തിയ അമേരിക്കയിലെ 150 ഫേവറേറ്റ് ലോഗ് ബിൽഡിംഗുകളുടെ സർവേയിൽ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇന്നിന് 36ാം സ്ഥാനം ലഭിച്ചു. 1987 നാഷണൽ ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കായി പ്രഖ്യാപിച്ച ഈ ഇൻ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ്. വെൽക്കം ടു ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. നമുക്ക് ഇതിലൂടെ ഇതിന്റെ ലോബിയിലേക്ക് കയറാം. ഇതാണ് ഇതിന്റെ ലോബി. നിറയെ മരങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഫ്രണ്ട് ഡെസ്ക്. 1 വർഷം മുൻപെങ്കിലും ബുക്ക് ചെയ്താലേ ഇവിടെ റൂം ലഭിക്കൂ. ഗൈസർ ബേസിൻ വ്യൂ സ്യൂട്ടിന് $1246, ജൂനിയർ സ്യൂട്ടിന് $1082 ഒരു രാത്രി വാടക. ഡീലക്സ് ഹോട്ടൽ റൂമിന് $549, സ്റ്റാൻഡേർഡ് ഹോട്ടൽ റൂമിന് $545, ബാത്റൂം ഇല്ലാത്ത ഓൾഡ് ഹൌസ് റൂമിന് $249, ബാത്റൂം ഉള്ള ഓൾഡ് ഹൌസ് റൂമിന് $382 ഒരു രാത്രിക്ക് വാടക. ഇതിന്റെ ലോബിയുടെ സീലിംഗ് ഹോട്ടലിന്റെ മൊത്തം ഉയരത്തിലുണ്ട്. തടിയും മരച്ചില്ലകളും കൊണ്ട് നിർമ്മിച്ച ഈ ലോബിയിൽ വളരെ വലിയ ഒരു സ്റ്റോൺ ഫയർപ്ലേസ് കണ്ടോ. 450 മെട്രിക് ടൺ ഭാരമുള്ള ഈ ഫയർപ്ലേസിന് 85 അടി അല്ലെങ്കിൽ 26 മീറ്റർ ഉയരമുണ്ട്. ഈ ക്ലോക്കിൽ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിന്റെ അടുത്ത ഇറപ്ഷന്റെ സമയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പ്. ഇവിടെ ഒരു ATM മെഷീൻ വെച്ചിരിക്കുന്നു. ഇത് വേർപ ഡെയിലി. ഇവിടെ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാം. ഇത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. ഇത് ഇവിടെ ഓവർനൈറ്റ് താമസിക്കുന്ന ഗസ്റ്റുകൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. വളരെ പുരാതന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലൂടെ മുകളിലത്തെ നിലയിലേക്ക് ഒന്ന് കയറാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ ആൾക്കാർക്കിരിക്കാൻ തടിയിൽ തീർത്ത സോഫ വച്ചിരിക്കുന്നു. ഈ തൂണുകളെല്ലാം മുഴുവൻ മരത്തടി നാട്ടിവെച്ചതാണ്. ഇതിനു ചുറ്റുമാണ് ഗസ്റ്റ് റൂമുകൾ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ദയവായി ഒരു ലൈക്ക് അടിക്കുകയും കമന്റ് ഇടുകയും ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.